നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ ചുക്കയാണ്. സോ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കടുകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതേപോലെ മറ്റൊരു പാത്രത്തിൽ ഇതേപോലെ ഓണിയൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഫസ്റ്റ് സെറ്റിലിട്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് സോട്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പാനിലുള്ള ഓണിയനും ഫ്രൈ ചെയ്ത് വരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സെറ്റ് ഓണിയൻ ഫ്രൈ ചെയ്തത് എടുത്തു. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് സോട്ടായിട്ടുണ്ട് നല്ലോണം. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് അടിക്കിട്ട് ഇനി നമുക്ക് മസാലകളിടാം. ഇപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് ഇനി നമുക്ക് പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ തക്കാളി ഇട്ടു. തക്കാളി നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി അതൊന്ന് നന്നായിട്ട് ഇളക്കി അതിൽ നിന്ന് കുറച്ച് ഓണിയനിലേക്ക് ഉള്ള ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ തക്കാളി ഇട്ട മസാല. സോ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മസാലകളൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞ് തുടങ്ങി. അതിലേക്ക് ഒരല്പം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അതിലേക്ക് ഇനി നമുക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് അതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമുക്കത് അടച്ച് വെക്കണം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവണം. ഞാൻ ഒത്തിരി വെള്ളം ചേർത്തിട്ടില്ല. സോ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് അല്പം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതെ, ഇനി ചാറൊക്കെ ഒന്ന് കുറുകി ഇനി നമുക്ക് ടൈമായി. നമ്മുടെ ചിക്കൻ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ള സമയമായി. സോ ഞാൻ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും ആ ഗ്രേവി എല്ലാം വറ്റും, കുറച്ചും കൂടി ഒന്ന് തിക്കാകും. സോ അതൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇട്ട് വരുമ്പോൾ അത് നന്നായിട്ടൊന്ന് തിക്കാവും. തിക്കായതിൻ്റെ ശേഷം നമുക്കിങ്ങനെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി നല്ലതായിട്ട്. അപ്പോൾ അത് കണ്ടോ, വെള്ളമൊക്കെ വറ്റി അത് ഡ്രൈ ആയി. നമുക്ക് കുറച്ച് നേരം കൂടെ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ഡ്രൈ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്.